ഞാൻ സയൻസിന് വന്നതാണല്ലോ, അപ്പോൾ എനിക്കും കൊമേഴ്സ് പറ്റുമോ എന്നുള്ള പേടി എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ കൊമേഴ്സ് അവർ നല്ല ബേസിക്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ഒക്കെ എല്ലാവർക്കും സെറ്റാക്കി പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, സ്റ്റേബിൾ ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എൻ്റെ കസിൻ അഫിലിയേറ്റ് ആവുന്നത്, ACC അഫിലിയേറ്റ് ആവുന്നത്. അപ്പോൾ 21ാമത്തെ വയസ്സിലാണ് അഫിലിയേറ്റ് ആവുന്നത്. അപ്പോൾ എനിക്കും ICCനോട് ICCനെ പറ്റി അറിയണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ICCനെ പറ്റി അന്വേഷിക്കുന്നത്. അന്വേഷിച്ചപ്പോൾ 180+ കൺട്രീസിൽ സൈൻ ഇൻ അതോറിറ്റി ഉണ്ടെന്ന് കേട്ടു. അതുപോലെ തന്നെ കുറേ ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കും ICCനോട് എന്തോ ഒരു താല്പര്യം തോന്നി. അങ്ങനെയാണ് ACCയെ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ACCയെ ചൂസ് ചെയ്തപ്പോൾ ACC എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്ക് ടഫുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് കാരണം തന്നെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ കുറേ പേരോട് ചോദിച്ചു. ഇപ്പോൾ മുന്നുണ്ടായിരുന്ന ടീച്ചേഴ്സ് എല്ലാവരോടും ചോദിച്ചപ്പോഴും കുറേ പേരും പറഞ്ഞത് ലക്ഷ്യം നല്ലതാണ്, അങ്ങനെയാണ് കേട്ടത്. അപ്പോൾ ലക്ഷ്യനെ പറ്റിയും അന്വേഷിച്ചു. ഇപ്പോൾ എൻ്റെ സീനിയേഴ്സൊക്കെ ലക്ഷ്യയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സീനിയേഴ്സിനോട് അന്വേഷിച്ചു ലക്ഷ്യം എങ്ങനെയുണ്ട്, അവിടുത്തെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴും അവരും പറഞ്ഞു ഫാക്കൾട്ടീസ് ആയാലും എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് ഒക്കെ നല്ല സെറ്റാക്കിയിട്ട് അവർ കൊണ്ടുപോകുന്നു പറഞ്ഞു. അങ്ങനെയാണ് ലക്ഷ്യയിൽ വരുന്നത്. അങ്ങനെ ഡയറക്റ്റ് ലക്ഷ്യനെ കോൺടാക്ട് ചെയ്തു. അപ്പോഴും അവർ നല്ല ക്ലിയർ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ലക്ഷ്യനെ അവരൊരു താല്പര്യം തോന്നി. അങ്ങനെ ലക്ഷ്യം ചൂസ് ചെയ്തു. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് ചോദിക്കാം, അതെങ്ങനെയാണെങ്കിലും നമുക്ക് അവരോട് ചോദിക്കാം, ഏത് ടൈമിൽ വേണമെങ്കിലും ചോദിക്കാം. അതൊക്കെ അവർ നല്ലതിൽ ക്ലിയർ ആക്കിയിട്ടേ ബാക്കിയുള്ളതിലേക്ക് പോവുള്ളൂ. വേറെ പോർഷൻസ് ഒരു പോർഷൻ ഒക്കെ ക്ലിയറായി ഒക്കെ സെറ്റായിട്ടേ അടുത്ത പോർഷൻസിലൂടെ അവർ പോവുള്ളൂ. അപ്പോൾ നല്ലതാണ്.